Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. The sin runs deep. Your grace is more. Where grace is found is where you are. കൺമണി പോൽ എന്നും നിന്നെ കരുതുന്ന കാവലി ദിവ്യകാരുണ്യമാമീശോ. സാന്ത്വനമായി എന്നും നിന്നെ തഴുകുന്ന തിന്നലി ദിവ്യകാരുണ്യമാമീശോ. കൺമണി പോൽ എന്നും നിന്നെ കരുതുന്ന കാവലി ദിവ്യകാരുണ്യമാമീശോ. സാന്ത്വനമായി എന്നും നിന്നെ തഴുകുന്ന തിന്നലി ദിവ്യകാരുണ്യമാമീശോ. കനിവായി എന്നുമീ എന്നിൽ വന്നു നിറയണേ അലിവേറും താതന്റെ വാത്സല്യമേ. ഈശോയേ നീ എന്ന സൗഭാഗ്യമേ. ഒരുക്കണമേ നാഥാ എൻ ഹൃദയത്തെ ഇന്ന് തൂവെള്ള ഓസ്തി പോൽ വെണ്മയായി. കഴുകണമേ എന്നെ നിൻ തിരുരക്തത്താലെ. ഈശോയെ അങ്ങയെ വരവേറ്റിടാം. ദിവ്യകാരുണ്യമാം നിന്റെ സ്നേഹം തിരുവോസ്തിയായി നറുവീഞ്ഞായി അനുഭവമായി നീ എന്നിൽ പകരണേ നിൻ ദിവ്യസ്നേഹം. എൻ ഹൃദയം തുറന്നിന്ന് ഒരു കുഞ്ഞു മന്നയായി ഈശോയെ നീ വാഴണേ. എൻ ജീവനായി നീ മാറണേ. ഒരുക്കണമേ നാഥാ എൻ ഹൃദയത്തെ ഇന്ന് തൂവെള്ള ഓസ്തി പോൽ വെണ്മയായി. കഴുകണമേ എന്നെ നിൻ തിരുരക്തത്താലെ. ഈശോയെ അങ്ങയെ വരവേറ്റിടാം. ആത്മസന്തോഷമായി നിലലിയാം
പരിശുദ്ധവും പരിപാവനവുമായ ഈ വിശുദ്ധ കുർബാന സ്വീകരണ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൺഫർമേഷൻ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് നമ്മുടെ കൂടി ആയിരിക്കുന്ന നമ്മുടെ രൂപതയുടെ പിതാവ് ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ദിവസം, മനോഹരമായ ദിവസം, ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് കരഘോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിയച്ഛൻ ഫ്രാൻസിസ് അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള അച്ഛൻ്റെ കഠിനാധ്വാനത്തെയും പ്രയത്നത്തെയും നമുക്ക് നന്ദിയോടുകൂടി അനുസ്മരിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ മാത്യു OCD അച്ഛൻ്റെ നീസ് ഇന്ന് ഇവിടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അച്ഛൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരിക. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെ എല്ലാവരും ഉണ്ട്. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അതുപോലെ കൊയർ, ഓൾട്ടർ സെർവേഴ്സ്, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഉണ്ട്. ഹോളി കമ്മ്യൂണിയൻ കോർഡിനേറ്റേഴ്സ്, കൈക്കാരന്മാർ, ട്രസ്റ്റി എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് മൈ ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇറ്റ്സ് യുവർ ഡേ and it's one of the precious days in your life. Jesus comes to you and you are filled with the fruits of the Holy Spirit today. So we all are here to pray for you and all the best for you. May God bless you. തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ ശരീരം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ
എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനാ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗം നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. It's beautiful. Heaven is open. 23 angels came down from heaven and they are with us. And you are those angels, beautiful angels. You came down from heaven. So, we appreciate, we congratulate on this beautiful occasion of your first Holy Communion and the Confirmation. And on behalf of all gathered here, let's give them a very warm welcome by giving a good round of applause. And when Jesus was baptized, heaven was open and a voice was heard. The voice was, "This is my beloved Son, with whom I am well pleased." God the Father said, "This is my beloved Son, with whom I am well pleased." Today, the same thing happens. God says the same thing. You are my beloved children. You are my beloved children, with whom I am well pleased. God is very, very happy. And that's why today is the most sacred day, most important day in your life. And today you are going to receive Jesus Christ. Are you excited to receive Jesus Christ? Yes. You are well prepared and you are excited to receive Jesus Christ. And let me ask one question to you. Who is Jesus? Anyway, you are going to receive Jesus Christ. And who is Jesus Christ? The quick answer. Very smart boys and girls. Yes. Beautiful answer. Give her a good round of applause. Jesus is the Son of God. Jesus is the Son of God. And today what happens? Jesus, the Son of God, is going to come into your life as your best friend. Okay? Jesus, the Son of God, is going to come into your life as your best friend. He will be with you always. Today onwards, He will be with you always as your best friend. And another question, who is a friend? Who is a friend? If anyone asks you, what is the definition of a friend? Yes. Beautiful. Okay? And that means the beautiful definition of a friend in need is a friend indeed. A friend in need is a friend indeed. That means Jesus is your best friend. He will be with you in your needs. Whenever you are in need, Jesus will be with you indeed. Okay. And who is Jesus to you? Jesus is your best friend. Jesus is your
best friend. Jesus, the Son of God, is going to come to your life as your best friend. Okay, that's why whatever happens in your life, whenever you need Jesus' help, you just ask for, Jesus will be with you. For example, I'm facing big problems, especially during our examinations or in our difficulties. You can pray, oh Jesus, please help me. Please help me. I'm in a difficult situation. Jesus will be with you. Jesus will help you. Okay, that's it. Always remember this beautiful definition, because through this first Holy Communion, Jesus is going to come into your life as your best friend. Okay, agreed? Okay. And we all will pray for you. And today, we want to give you a beautiful gift. Okay, because all are expecting some gifts from us. So we are going to give you a beautiful gift. Close your eyes and pray for our children for a moment. Okay, thank you. And prayer is our beautiful gift to you. We prayed for you. Okay, please be seated. സാധാരണ ഞാൻ കുഞ്ഞുങ്ങളോടാണ് സംസാരിക്കാറ് കുറച്ച്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞൊരു വർഷം കൊണ്ട് കുട്ടികളോടല്ല സംസാരിക്കേണ്ടത്, അവരുടെ പാരൻസിനോടാണ്. അപ്പോൾ ഒത്തിരി നീട്ടിൽ ഞാൻ പറയില്ല. മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്. അവരെൻ്റെ അനുജനും അനുജത്തിമാരൊക്കെയാണ്, അത്രയും പ്രായമുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഒരു ഉപദേശമായിട്ടല്ല, എൻ്റെ ചില നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു സൗഹൃദമായി കൂട്ടിയാൽ മതി. 3 കാര്യങ്ങൾ പ്രത്യേക വിധമായിട്ട് നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, ജീവിതത്തിൽ ഈശോയെ നമ്മൾ കൊടുക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈശോ വളരണമെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ. ഈശോ അവരിൽ രൂപപ്പെട്ട് വളരണമെങ്കിൽ നിങ്ങളുകൂടി വിചാരിച്ചേ പറ്റൂ. നിങ്ങളുകൂടി വിചാരിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ ഈശോ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, എപ്പോഴും ഓർക്കുക, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ രാപകൽ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത് തന്നെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴും ഓർക്കുക, the family, the best school or church in this world is your family. The best school or the church in this universe is your family. ഈ ലോകത്തിലെ മികച്ച വിദ്യാലയവും ദേവാലയവും നമ്മുടെ കുഞ്ഞു കുടുംബങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാല്യൂസും, the values are given in the family. ഈ കുഞ്ഞുങ്ങൾ ഡിസിപ്ലിൻ പഠിക്കുന്നതും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുന്നതും, കരുണ കാണിക്കാൻ പഠിക്കുന്നതും, ക്ലെൻലിനെസ് പഠിക്കുന്നതും എല്ലാം കുടുംബം എന്ന വിദ്യാലയത്തിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലോർക്കുക, ഇവരെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പറഞ്ഞിടുന്നതിന് മുമ്പും ഓർക്കുക, the best school, the best chapel, the best church in this universe is our family. ഈ കുഞ്ഞുങ്ങൾ നിങ്ങളെ, they are closely observing you. നിങ്ങളെ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളെ കാണുമ്പോഴൊക്കെയും ഈ കുഞ്ഞുങ്ങൾ നിങ്ങളെ വളരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്.
What are you doing? What are you saying? What are you thinking? നിങ്ങളാണ്. ഓർക്കുക, ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ് ആർ പാരൻസ്. ഈ ലോകത്തിലെ മികച്ച അധ്യാപകർ അച്ഛനും അമ്മയാണ്. അത് മറക്കരുത് ഒരിക്കലും. നിങ്ങൾ പഠിപ്പിക്കുന്ന കാറ്റഗിസം ഉണ്ടല്ലോ, അതാണ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഞായറാഴ്ച 1 മണിക്കൂർ വേദപാഠത്തിന് പറഞ്ഞയച്ചുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ലത്. നിങ്ങളുടെ ജീവിതം കൊണ്ട് പഠിപ്പിക്കേണ്ട കുറേ മതബോധനങ്ങളുണ്ട്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ഇവർ നിങ്ങളെ വളരെയധികം സൂക്ഷ്മതയോടെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും പാരൻസിനോട്, എത്ര സമയം നിങ്ങൾ കുഞ്ഞുങ്ങളോടൊത്ത് ചെലവഴിച്ചു? ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ കൂടുതൽ സമയവും നമ്മൾ ജോലിക്കായി പോകും. അതിനുശേഷം വീട്ടിൽ വരും. വിശ്രമിക്കാനും ഉറങ്ങാനും ടി വി കാണാനും ഒക്കെ ഉണ്ട് സമയം. ഈ 24 മണിക്കൂറിൽ ഈ കുഞ്ഞിനോട് എത്ര സമയം നീ സംസാരിച്ചു? അത് നിങ്ങൾ കുറിച്ച് വയ്ക്കണം മനസ്സിൽ. എത്ര സമയം നിങ്ങൾ ചെലവഴിക്കുന്നുവോ അത്രയും സമയം ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. വെറുതെ ചിലവഴിച്ചാൽ പോരാ, അവരോട് സംസാരിക്കാറുണ്ടോ? അവരോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? സോ dear teachers, that means parents, the best teachers in this universe are our parents, you. കുട്ടികളെ ജീവിതം കൊണ്ട് പഠിപ്പിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, the best teaching method, the pedagogy is giving examples. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാഠ്യരീതി ജീവിതം കൊണ്ട് മാതൃക കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈയിടെ വായിച്ചൊരു പുസ്തകത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്. ഒരു കൊച്ചുകുട്ടി അമ്മയോട് പറയാം, മമ്മി ഡോണ്ട് ടെൽ മീ ബട്ട് ഷോ മീ. മമ്മി ഡോണ്ട് ടെൽ മീ ബട്ട് ഷോ മീ. മമ്മി എന്നിങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാതെ എനിക്ക് കാണിച്ചു തരാമോ? കുട്ടിക്ക് പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയരുത്. കുട്ടി നോക്കുന്നത്, ആർ യു പ്രേയിങ്? ആർ യു റീഡിങ് ദി ബൈബിൾ? ആർ യു എ റോൾ മോഡൽ? എങ്ങനെയാണ് നീ സംസാരിക്കുന്നത്? ഈ കുഞ്ഞിന് ഏറ്റവും വേദനയുള്ള കാര്യം എന്താണെന്നറിയാം. ഞാൻ ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വേദനയുള്ള കാര്യം എന്താണെന്നറിയുമോ? പാരൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. പാരൻസ് തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഏറ്റവും വേദന സൃഷ്ടിക്കുന്നത്. അതിൽ പരം ആ കുഞ്ഞുങ്ങൾക്ക് വേദന കൊടുക്കാനില്ല. അപ്പോൾ ആർ യു ഗിവിങ് ഗുഡ് എക്സാമ്പിൾസ് ഇൻ ദെയർ ലൈഫ്സ്? ഇഫ് നോട്ട്, ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചതാണ്, മാലാഖമാരാണ് കേട്ടോ. അവരെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഈ ഇന്നസെൻസും ഈ സ്നേഹവും ഈ കരുണയും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ. ഞാൻ കണ്ടു, ഒരു വീട്ടിൽ ചെന്നപ്പോൾ യാത്രാമധ്യേ ഒരു വീട്ടിൽ കയറി. അപ്പോൾ എന്നെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോൾ ആ വീട്ടിലെ മമ്മിയും കുഞ്ഞും കൂടെ, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടണം, മമ്മിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ സുഹൃത്തുമായി സംഭാഷിച്ചിരുന്നപ്പോൾ കണ്ട പ്രധാനപ്പെട്ടൊരു കാഴ്ച ഇതാണ്, മനോഹരമായൊരു കാഴ്ച. അതിങ്ങനെയായിരുന്നു, ഈ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് മമ്മി, ഞാൻ കാണുന്നുണ്ടെന്ന് നോക്കിയില്ല, ആര് കാണുന്നു നോക്കിയില്ല, രൂപത്തിന് മുമ്പിൽ, ഈശോയുടെ രൂപത്തിന് മുമ്പിൽ തിരി തെളിച്ചിട്ട് കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ കൂപ്പിപ്പിടിപ്പിച്ച് മമ്മിയും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോവുകയാണ്. അവർ ഡ്യൂട്ടിക്ക് പോവുകയാണ്. എന്നിട്ടും ഞാൻ ശ്രദ്ധിച്ചു, പോർട്ടിക്കോയിൽ വെച്ച് കാറിൽ കയറുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്
മമ്മി ഒരു നിമിഷം കുനിഞ്ഞെന്ന് പ്രാർത്ഥിച്ച ശേഷം കുരിച്ചു വരച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ പകരം എന്ത് കാറ്റഗിസമാണ് കുട്ടിക്ക് ആവശ്യം? ഇതാണ് കാറ്റഗിസം, ബേസിക് കാറ്റഗിസം. ഒരു വീട്ടിൽ ഞാൻ വൈകുന്നേരം ചെന്നപ്പോൾ കണ്ട മനോഹരമായ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർക്ക് മടി. അല്ല, നിങ്ങളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാനും കൂടാം. അപ്പോൾ അവർ ചെയ്തതെന്നറിയാമോ? പപ്പയും മമ്മിയും 2 കുഞ്ഞുങ്ങളും ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് നടുക്ക് തിരികെത്തിച്ച് വെച്ച് വിശുദ്ധ ഗ്രന്ഥം ബൈബിളെടുത്ത് ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട് കുട്ടി. അതിനുശേഷം അവർ ഒരു സ്വർഗസ്നായതയും 10 നന്മ പറഞ്ഞു പറയും, കുറച്ചെന്തോ പ്രാർത്ഥനകൾ മാറി മാറി ഇംഗ്ലീഷിലും മലയാളത്തിലും ചൊല്ലിയിട്ട് പരസ്പരം സ്തുതി കൊടുത്ത് എഴുന്നേറ്റ് പോകുന്ന മനോഹരമായ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, മുടങ്ങാറുണ്ടോ? ഇല്ല, ഇത് ഞങ്ങൾ മുടക്കാറില്ല. ഇതാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. ഇത് കളയരുത്. ഇങ്ങനെ മാത്രമേ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈശോ രൂപപ്പെടുകയുള്ളൂ. ഇങ്ങനെ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഈശോ വളരുകയുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: കൺസിഡർ ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. മാതാപിതാക്കളോട് പറഞ്ഞ 3 കാര്യമുള്ളൂ. ദ ബെസ്റ്റ് സ്കൂൾ, ദ ബെസ്റ്റ് ചർച്ച് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് അവർ ഫാമിലി. ദ ബെസ്റ്റ് ടീച്ചേഴ്സ് in this universe are our parents. The best method of teaching in this universe is giving examples. May God bless you. മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. At this sacred moment, I invite Mr. Verghese and Mrs. Jidin, representatives of the parents. Through this prayer, we offer our child into God's loving hands, surrendering to His divine will and asking for His guidance and blessings over their lives. It is a beautiful act of trust and faith as we entrust our most precious gift, our child, to God's care. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുശരീരവും തിരുരക്തവും ആദ്യമായി അനുഭവിക്കാൻ പോകുന്ന ഈ കുഞ്ഞുമക്കളെ ദയാപൂർവം സ്വീകരിക്കണമേ. അങ്ങേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന ദൈവിക ജീവൻ അവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതല അവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ അവരെ ഏറ്റെടുത്ത് നയിക്കുകയും ഭരിച്ചു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ അവരെ ഒരിക്കലും അനുവദിക്കരുതേ. അവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ അവർ വന്നെത്തട്ടെ. ഞങ്ങളെ എല്ലാവരെയും കരുണാപൂർവ്വം അനുഗ്രഹിക്കണമേ. ആമേൻ. I kindly ask the candidates for confirmation as I call the names along with their godparents to form a single line down the center. That filled with your Holy Spirit, they may be braced up to live a life of holiness and rooted in faith, they may glorify you always, we pray. Lord, hear our prayer. That the parents, teachers, and benefactors who raise them up in Christian faith be infused with your Spirit, we pray. Lord, hear our prayer. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. Lord God, we commend ourselves to you. Lord Almighty God, we humbly pray you, fill our children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless them to bear strong witness to you in life and then after death to find the bliss of eternal happiness. Father, Son, and the Holy Spirit forever and ever. Amen. Being filled with the Holy Spirit and confirmed in faith, do you desire to witness to Christ? I do. May God bless you. Do you believe in one God, the Father Almighty, creator of all things, visible and invisible? Do you believe in one God, Jesus Christ, the only begotten Son of God, the firstborn of all creatures, born of the Father before all ages and not made?
Do you believe that He is the true God from the true God, consubstantial with the Father, and that through Him the universe was formed and all things were created? Do you believe that for the sake of men and for our salvation, He came down from heaven and became man and was conceived and born of the Virgin Mary? Do you believe that He suffered and was crucified in the days of Pontius Pilate, died and was buried, and on the third day rose again as it was written? Do you believe that He ascended into heaven and sits at the right hand of the Father, and that He will come again to judge the dead and the living? Do you believe in the Holy Spirit, the Spirit of truth, who proceeds from the Father, the life-giving Spirit? Do you believe in the one holy, Catholic and Apostolic Church? Do you believe in the one baptism for the remission of sins, the resurrection of the body, and life everlasting? May Almighty God strengthen you to live by the faith you have now confessed. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the Church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer these gifts to these children. Father, Son, and the Holy Spirit, forever and ever. Amen. God our Father, you have granted us, through baptism, new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit, and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands, to live as brave soldiers, bearing witness to the gospel, and as loyal servants of the Church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, to your beloved Son, and to the Holy Spirit, now, always, and forever. Amen. John, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Joseph, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Wilhelm, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Korean, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Anama, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen.
George, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Anthony, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Patrick, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Elizabeth, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's harm. May they be blessed to exude the divine fragrance of Christ in their life. Amen. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീ ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും അതിനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യനെ ആശ്രദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കുള്ള മഹനീയവും വിസ്മയവുമായ രക്ഷാവത്തെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാവമലിനങ്ങൾ കഴുകി ഞങ്ങളുടെ സ്നേഹത്തിൽ ദൈവനോട് തന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയതിനിടെ എനിക്കറിയാം അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയും വിശുദ്ധമായി എടുത്തു നിൽക്കുന്ന ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രത്യാശുരം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാവമോചകവുമായ തിരുശരീരങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധനും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യമുറമകൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധേനത്തുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. in
Dear children, the Eucharist is a supreme proof of the love of Jesus. As you have received the most precious gift, I now invite all candidates to kneel with folded hands and join me in reciting the Anima Christi prayer. Soul of Christ, sanctify me. Body of Christ, save me. Blood of Christ, inebriate me. Water from the side of Christ, wash me. Passion of Christ, strengthen me. O good Jesus, hear me. Within your wounds, hide me. Permit me not to be separated from you. From the wicked foe, defend me. At the hour of my death, call me and bid me come to you, that with your saints I may praise you forever and ever. Amen. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരികർമ്മം നാം ചെയ്യുകയാ, നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെന്നും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമീ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം. ജീവനെഴും തിരുശ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
all of you. Today is the most blessed day in my life and in the lives of those who have received their first Holy Communion along with me. As Blessed Carla Acutis taught, the Eucharist is my highway to heaven. My Jesus, thank you very much for bringing us to the altar to receive the Holy Eucharist, your body and blood. Through you, I understand we are on the highway to heaven and reach there safely. We will cherish this day forever in our lives. On behalf of all of us, I thank you for granting this blessed day in our lives. To make this day most memorable, His Excellency Bishop John was with us as the main celebrant of this Holy Qurbana. It's an honor to have you with us this day. Your presence makes this day even more memorable. Thank you, Bishop, for your valuable time and presence. Our parish priest, Francis Sacha, and assistant parish priest, Joy Sacha, are the main people behind the meticulous planning and the execution of this event. Thank you, Fathers, for your support and guidance. I use this opportunity to thank my uncle, Father Matthew, for travelling all the way from Bangalore to Melbourne to make this day extra special for us. I feel incredibly blessed to receive my first communion with you here. Also, thank you, dear teachers who taught us our prayers, for your time and effort to prepare us for this blessed day. Your patience and dedication indeed enabled us for this day. Thank you. I also want to say thank you to our choir, our kalikaran, our secretaries of our parish, all the people who work behind the scenes to decorate the altar, people who prepared the flowers, crowns and candles, and the choir for making this day extra special for us. Just like us, it's a blessed day for our dear parents and family members. We love you and thank you for guiding us, praying for us, helping us prepare for this special moment. We love you. Your love and encouragement have given us the foundation we need to understand and embrace our faith. Thank you. I also want to say thank you to my fellow First Communion friends. It's been such a special journey, and I feel incredibly lucky that we have shared it together. Thank you all again, and may God bless each and every one of you. Thank you, Nipsey, for the kind words. And I would like to invite Mrs. Sojia Rajesh to share a few words of gratitude on behalf of all the parents. പ്രൈസ് ദ ലോർഡ്. ഈ മനോഹരമായ ഈ നിമിഷത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് ആദ്യമേ നന്ദി പറയാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ പിതാവ് ഒത്തിരിയേറെ തിരക്കുകളുണ്ടെങ്കിൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വന്ന് ഇന്ന് നമ്മോടൊപ്പമായിരുന്ന പിതാവിൻ്റെ ആ ഒരു സാന്നിധ്യം എത്രമാത്രം നമ്മൾക്ക് ഹൃദ്യമായിരുന്നു. Thank you so much, our dear Bishop John, for you have graced us with your valuable presence, your thoughtful, thought-provoking messages, and your great blessings. Thank you, Your Excellency. ഫ്രാൻസിസ് അച്ച, ജോയ്സ് അച്ച, നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലത്തക്ക രീതിയിലുള്ള നിങ്ങളുടെ ഓരോ ഹോമിലീസും വളരെ നന്ദിയോടെ ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നിങ്ങളുടെ ആ ഒരു പ്രയത്നങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഒത്തിരി സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ തന്നെ നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നന്ദി പറയുന്നു. വളരെയധികം ആസ് എ വികാർ ജനറൽ നമ്മുടെ ഫ്രാൻസിസ് അച്ഛന് ഒത്തിരിയേറെ കടമകളുണ്ട്. എങ്കിൽ കൂടി പലപ്പോഴും ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ പലപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടാവും. ആ അച്ഛൻ്റെ ആ ഒരു വലിയ മനസ്സിന്
നമുക്കൊന്നു ചേർന്ന് നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്ദിയോടെ എന്നും ഓർത്തിരിക്കുന്ന കുറേയേറെ നല്ല മുഖങ്ങൾ ഇവിടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ മാസങ്ങളായി ഇവരെ ഈശോയെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കാനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ്. മിനി ടീച്ചറിൻ്റെയും മേരി ടീച്ചറിൻ്റെയും ഫിലോമിന ടീച്ചറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു നല്ല ടീം ഇതിനു വേണ്ടി കുറേ മാസങ്ങളായി പ്രവർത്തിച്ചിരുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞങ്ങൾ പേരൻസിനെ കഴിഞ്ഞും ആത്മാർത്ഥതയോടെയാണല്ലോ ഇവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സിനെയും പ്രത്യേകം നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. വളരെ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങൾ മനോഹരമായി ആലപിച്ച് ഇന്നത്തെ കുർബാന സ്വർഗോന്മുഖമാക്കിയ നമ്മുടെ ഒരു നല്ല കൊയർ ഇവിടുണ്ട്. കൊയറിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ കൈക്കാരന്മാർ, ട്രസ്റ്റീസ്, വാർഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, altar servers, and all the people behind the sound system and the photographers. And വളരെ പ്രത്യേകമായിട്ട് ഇന്നിവിടെ അൾത്താര ഇത്ര ഭംഗിയായിട്ട് അലങ്കരിച്ച ഷീബ, ആൻഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്രൗണും ക്യാൻഡിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ദീപ, ഇവരെയൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെ ഓർക്കുകയാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒപ്പം തന്നെ ഇന്നിവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്നാക്സ് അറേഞ്ച് ചെയ്ത ടീച്ചേഴ്സിനെയും പ്രത്യേകം ഓർക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായി ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ ഫാദർ മാത്യു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മാസിന് ഒപ്പം കൂടിയതിന് ഫാദർ മാത്യു അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗോഡ് പേരൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അവർ വേർഡ്സ് മേ നോട്ട് ബി എക്സ്പ്രസ് അവർ റിയൽ ഗ്രാറ്റിറ്റ്യൂഡ്, ബട്ട് ആസ് ജീസസ് സെഡ്, ഗീവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. നിങ്ങൾ ചെയ്യുന്ന ഈ ഇടവകയ്ക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രയത്നങ്ങൾക്കും ഈശോ നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടു തരട്ടെ. ആമേൻ. Thank you so much, Gigi, for your kind words. Now we will move on to the photo session.